നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണരാജ്. തൃശ്ശൂർ സ്വദേശിയാണ്. UAE ഫുജറ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു മാരിടൈം കമ്പനിയിൽ ജോലി നോക്കി വരുന്നു. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ 2018 ഒരു മ്യാൻമർ യാത്ര നടത്തി. ആ മ്യാൻമർ യാത്രയുടെ ഒരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നമ്മൾ മ്യാൻമറിനെ പറ്റിയിട്ട് വലിയ കഥകളൊന്നും കേട്ടിട്ടില്ല. ബർമൻ തേക്ക്, ബർമ എന്നൊക്കെ പറഞ്ഞ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലും എനിക്ക് മ്യാൻമർ ഒരു സ്ട്രൈക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു രാജ്യമായിരുന്നില്ല. പക്ഷേ KV ആനന്ദ് സാറിൻ്റെ ഒരു അനേകൻ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി ഞാൻ കാണാനിടയും. അതിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റോളം മ്യാൻമറിലാണ് ഷൂട്ട്. ആ ഒരു സിനിമ കണ്ടതിന് ശേഷം മ്യാൻമറിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നി. ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് എങ്ങനെ മ്യാൻമറിൽ പോകാമെന്നുള്ളത് സെർച്ച് ചെയ്ത് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഈ മ്യാൻമർ യാത്ര ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സിനിമയിൽ കാണിച്ച എല്ലാ സ്ഥലങ്ങളിലേക്കും എനിക്ക് എത്താനും പറ്റി. അതായിരുന്നു എൻ്റെ മ്യാൻമർ യാത്രയ്ക്ക് തുടക്കമിട്ട ഒരു സംഭവം. അങ്ങനെ മ്യാൻമറിനെ പറ്റി സെർച്ച് ചെയ്ത് എല്ലാം പഠിച്ച് ഞാൻ ദുബായിൽ നിന്നാണ് ഞാൻ മ്യാൻമറിലേക്ക് പോയത്. 2018 ആയതുകൊണ്ട് ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് അന്ന് അവൈലബിൾ ആയിരുന്നു, എമിറേറ്റ്സിൻ്റെത്. എൻ്റെ ഫ്ലൈറ്റ് ഏകദേശം ഒരു 10-11 മണിയോട് കൂടിയിട്ടായിരുന്നു ദുബായിൽ നിന്നുണ്ടായിരുന്നത്. ഏകദേശം വൈകിട്ട് 5:30 എത്തുന്ന ഒരു ടൈമിങ്ങിലായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം 6 മണിക്കൂർ യാത്രയായിരുന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായിട്ട് എനിക്ക് യാങ്കൂൺ എയർപോർട്ടിലെത്തി. യാങ്കൂൺ എയർപോർട്ട് ഒരു കൊച്ചി എയർപോർട്ടാണ്, വലിയൊരു എയർപോർട്ടും ഒന്നുമല്ല, ഒരു ചെറിയൊരു എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ ഞാൻ ഇറങ്ങിയിട്ട് മെയിനായിട്ട് അവിടുന്ന് കറൻസി ചേഞ്ചിങ്ങും സിമ്മും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ സമയത്ത് നോക്കിയത്. കറൻസി ചേഞ്ചിങ്ങിൽ നിങ്ങളെപ്പോഴും ഡോളർ, എല്ലാ രാജ്യത്തും ഞാൻ പോകുമ്പോൾ ഡോളറാണ് കൊണ്ടുപോകാറ്. അങ്ങനെ അവിടെയും ഞാൻ ഡോളർ കൊണ്ടുപോയിട്ട് ഡോളറാണ് ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത്. മറ്റുള്ള ഇൻ്റർനാഷണൽ കറൻസി ഒന്നും അവിടെ കാർഡുകളൊന്നും അവിടെ ഒന്നും യൂസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ലോക്കൽ കറൻസി ആയിട്ട് നിങ്ങൾ മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ക്യാത്ത് അല്ലെങ്കിൽ ചാത്ത് എന്ന് പറഞ്ഞ ഒരു കറൻസിയാണ് മ്യാൻമറിലുള്ളത്. അതായത് ചിലവർ ക്യാത്ത് എന്ന് പറയും, ചിലവർ ചാത്ത് എന്ന് പറയും. ഏകദേശം നമ്മുടെ 1 രൂപ എന്ന് പറഞ്ഞാൽ 25 ചാത്തിൻ്റെ അടുത്ത് വിനിമയം വരുന്ന ഒരു മൂല്യമാണ് അവർക്ക് വരുന്നത്. വളരെ മൂല്യം താഴ്ന്ന ഒരു കറൻസിയാണ്. അതുപോലെ വളരെ ചീപ്പായിട്ടുള്ളൊരു രാജ്യം കൂടിയാണ് മ്യാൻമർ. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഒരു 1000 രൂപ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചാത്ത് നിങ്ങൾക്ക് വളരെ വലിയ എമൗണ്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. യാങ്കൂണിൽ എത്തിയപ്പോൾ എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ യാങ്കൂൺ കാണുകയായിരുന്നില്ല. കാരണം ഞാൻ എത്തുന്നത് ഒരു ഈവനിങ് ടൈമിലാണ്. അപ്പോൾ നമ്മുടെ സമയലാഭത്തിന് വേണ്ടിയിട്ട് അന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. ബഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമറിലൊരു തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ ഒരു വിസിറ്റേഴ്സും കാണേണ്ട ഒരു സ്ഥലമാണ് ബഗാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പോകുന്നത് ബഗാനിലേക്കാണ്. ബഗാനിലേക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ പോകാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ്സും ഉണ്ട്, അതേപോലെ ട്രെയിനും ഉണ്ട്. ട്രെയിൻ ഏകദേശം ഒരു 4-4:30 ആ റേഞ്ചിലാണ് യാങ്കൂണിൽ നിന്ന് ബഗാനിലേക്ക് പോകുന്നത്. ട്രെയിൻ യാത്രയായിരുന്നു ഞാൻ മെയിനായിട്ട് പോകണമെന്ന് വെച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാൻമറിലെ ട്രെയിൻ അതിമനോഹരമായിട്ടുള്ളൊരു ട്രെയിൻ യാത്രയാണ്. നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറി നിങ്ങൾക്ക് കിട്ടും ട്രെയിൻ യാത്രയിൽ. അപ്പോൾ ട്രെയിനിൽ പോകാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് 5:30 എത്തിയതുകൊണ്ട് എനിക്ക് 4:30 ട്രെയിൻ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ബസ്സാണ് ചൂസ് ചെയ്തത്. നൈറ്റ് ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് ഞാനൊരു ബസ് ബുക്ക് ചെയ്തു. അതായത് എയർപോർട്ടിൽ നിന്ന് നേരെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ബസ് ബുക്ക് ചെയ്തു. ബസ്സൊക്കെ വളരെ ചീപ്പാണ്. ഏകദേശം ഒരു 10 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് യാങ്കൂണിൽ നിന്ന് ബഗാനിലേക്ക്. യാങ്കൂണിൽ നിന്ന് ബഗാനിലേക്ക് 10 മണിക്കൂർ യാത്രയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത് വെറും $20 ചാർജ് ചെയ്യുന്നത്. ആ ഒരു ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് VIP ലക്ഷറി ബസ്സിൽ ഇൻക്ലൂഡിങ് ടോയ്ലറ്റ് ഉള്ള ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു ബസ് ഞാൻ ബുക്ക് ചെയ്ത് യാങ്കൂൺ എയർപോർട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ബസ് സ്റ്റാൻഡിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10 മണി വരെ അവിടുത്തെ ലോക്കൽ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഈ ബസ്സിൽ കയറി. അതിമനോഹരമായിട്ടുള്ള ബസ്സാണ്. ടൂറിസ്റ്റ് ബസ് പോലെ ഇരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചൈനീസ് ബസ്സാണ്. അതിൽ നല്ല അതിമനോഹരമായിട്ട് ഉറങ്ങി ഞാൻ ബഗാനിലേക്ക് പോയി. ആ ഒരു യാത്ര എന്ന് പറയുന്നത് രാത്രി തുടങ്ങുമ്പോൾ നമുക്ക് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം ഇരുട്ടാണ്. നല്ല സുഖമായിട്ട് യാത്ര ചെയ്ത് ഏകദേശം ഒരു 4 മണി 5 മണിയോട് കൂടി നമ്മൾക്ക് വെളിച്ചം വരാൻ തുടങ്ങി. വെളിച്ചം വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ആ ഒരു യാത്രയുടെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു മ്യാൻമറിൻ്റെ ഒരു വില്ലേജ് സൈഡിൽ കൂടെ, ഉള്ളേരിയയിൽ കൂടെയുള്ള അവരുടെ ഒരു ലോക്കൽ ലൈഫും കാര്യങ്ങളൊക്കെ കണ്ട് അവരുടെ ഒരു ഡ്രസ്സിങ് കൾച്ചറും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുള്ളൊരു യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് ഈ ഒരു ബസ് ജേണി. ബഗാൻ ഒരു 5 മണി തൊട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മണി 7 മണിയോട് കൂടി നമ്മൾ ബഗാനിലെത്തി. പക്ഷെ ആ ഒരു 2-3 മണിക്കൂർ നമുക്ക് ആ കാഴ്ചകൾ കണ്ട് നമ്മൾ ബഗാനിലെത്തി. ശരിക്കും ബഗാൻ എന്ന് പറഞ്ഞ സിറ്റിയെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഓൾഡ് ബഗാനും ന്യൂ ബഗാനും. അങ്ങനെ 2 ബഗാനായിട്ട് തിരിച്ചിട്ട്
ഈ 2 ബഗാൻ്റെ അടുത്തായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ടൂറിസ്റ്റുകൾ കംപ്ലീറ്റ് താമസിക്കുന്നത് ഓൾഡ് ബഗാൻ ഏരിയയിലാണ്. കാരണം ഓൾഡ് ബഗാനിലാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുള്ളത്. അപ്പോൾ ബഗാൻ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ടാക്സി വിളിച്ച് അവനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. Booking.com വഴിയാണ് ഞാൻ കൂടുതലും ഹോട്ടൽ ബുക്ക് ചെയ്യാറ്. അങ്ങനെ Booking.com വഴി ബുക്ക് ചെയ്തൊരു ഹോട്ടലിലേക്ക് ഏകദേശം എനിക്ക് $10 ആയിരുന്നു. ഒരു ചെറിയ റൂമിന് $10 എനിക്ക് ആയുള്ളൂ ഒരു ദിവസം താമസിക്കാൻ. ആ $10 ഞാൻ ആ ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോട്ടലിലേക്ക് പോകുന്ന വഴി നമ്മൾ ഈ ബഗാൻ ബസ് സ്റ്റാൻഡ് കടക്കുമ്പോൾ നമുക്കൊരു പാസ്, ബഗാൻ പാസ് എന്ന് പറഞ്ഞിട്ടൊരു പാസ് നമുക്ക് കിട്ടും. ഏകദേശം 25,000 ചാത്താണ് നമുക്ക് ആ പാസിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. 25,000 ചാത്ത് എന്ന് പറഞ്ഞാൽ അത്രയില്ല, ഏകദേശം ഡിവൈഡഡ് ബൈ 25 അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണി കിട്ടും. അപ്പോൾ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. ആ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ബഗാനിലുള്ള എല്ലാ ഹിസ്റ്റോറിക്കൽ സൈറ്റുകളിലും നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. വേറെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഈ ബഗാൻ പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളിലേക്കും ഈ പാസ് കാണിച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റും. ടൂറിസ്റ്റുകൾക്ക് ഈ പാസ് ഇല്ലാതെ അവിടെ എൻട്രി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 25,000 ചാത്ത് കൊടുത്ത് ഞാൻ ആ പാസും വാങ്ങി ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് പോയി നമ്മൾ കുളിച്ച് ഒന്ന് ഫ്രഷായി. കാരണം ഉറക്കം കംപ്ലീറ്റ് നമുക്ക് ബസ്സിൽ ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ബഗാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു വില്ലേജിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അധികം പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഭയങ്കരമായിട്ട് എക്കണോമിക്കലായിട്ട് ഒരു മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തിയും വെടുപ്പിലാണ് അവർ ഈ ഒരു വില്ലേജ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോൾ വണ്ടികൾ വളരെ കുറവാണ്, എല്ലാം ബാറ്ററി വണ്ടികളാണ്. ഏകദേശം 2018 എന്ന് പറയുമ്പോൾ ബാറ്ററി വണ്ടികൾ അധികം അങ്ങനെ പ്രാബല്യത്തിൽ വരാത്തൊരു കാലമാണ്. ഇപ്പോൾ ഒക്കെ ബാറ്ററി വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് ബൈക്ക് റെൻറ്റിനെടുത്ത് ഏകദേശം എനിക്ക് $5 മാത്രമേ ഉള്ളൂ ആ ഒരു ഇലക്ട്രിക് ബൈക്ക് ഒരു ദിവസം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇലക്ട്രിക് ബൈക്ക് എടുത്തിട്ട് നമുക്കൊരു കൊച്ചു വില്ലേജാണ്, അതുകൊണ്ട് വഴികളോ കാര്യങ്ങളോ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം സൈൻ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും പോകാൻ പറ്റും. ടാറിട്ട റോഡുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഗാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം കിലോമീറ്ററുകളോളം നമ്മുടെ ബുദ്ധൻ്റെ ടെമ്പിളുകൾ, അതായത് പഗോഡകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ബഗാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓൾഡ് ബഗാൻ എന്ന് പറഞ്ഞില്ല ഒരു ജസ്റ്റ് ഒരു വലിയൊരു ഏരിയയാണ്. കിലോമീറ്ററുകളോളം കിടക്കുന്ന ഏകദേശം 2000-ഓളം അമ്പലങ്ങൾ, അതായത് ടെമ്പിൾ പഗോഡകൾ ഉള്ള ഒരു സ്ഥലമാണ്. അതായത് 2000-ഓളം അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തല്ല, കുറച്ച് ദൂരത്തായിട്ട് കിലോമീറ്ററുകളോളം ഇത് നീണ്ടു കിടക്കുന്ന ഒരു ഏരിയയാണ് ബഗാൻ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ മണ്ണിട്ട റോഡുകൾ ഇങ്ങനെയുണ്ട്, അതായത് ഗ്രാവൽ റോഡ്സ് ഉണ്ട്. ഈ ഗ്രാവൽ റോഡ്സിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ നമുക്ക് സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. മാപ്പ് നോക്കി പോവാം. വഴി തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വഴി കൂടെ നമ്മൾ പുറത്തിറങ്ങും. പക്ഷേ പേടിക്കാനോ കാര്യങ്ങളോ, വിജനമായിട്ടുള്ള റോഡുകളാണ്, എല്ലാം വിജനമായിട്ട്. പക്ഷേ നമുക്ക് പേടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും എനിക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടായിരുന്നത് എനിക്ക് കുറച്ചും കൂടി കാണണം എന്ന് തോന്നി. അപ്പോൾ ഞാനൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഫോട്ടോസും മൊബൈലൊക്കെ അവൻ കാണിച്ചു. അങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ കമ്പനി ആയപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടനെ ഞാൻ ഇവിടെ കൊണ്ട് കാണിക്കാം. അവന് കുറച്ച് മുറി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവനൊരു പൈസയ്ക്കോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് കൺട്രി ചെല്ലുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി അല്ല അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ അവൻ്റെ പേര് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. ലിലിയാൻ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ ആ ലിലിയാനെയും കൊണ്ട് ഞാൻ ആ ബഗാൻ കംപ്ലീറ്റ് വൈകുന്നേരം വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തു. പക്ഷേ ഭയങ്കര മെമ്മറി ആയിരുന്നു. പക്ഷെ അന്ന് അവൻ്റെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല, അവൻ്റെ നമ്പർ ഒന്നും എൻ്റെ ഇല്ല. പക്ഷേ എന്തെങ്കിലും ഇവനെ കാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അവൻ എൻ്റെ മെമ്മറിയിലുണ്ട്. ലിലിയാൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്, അവൻ്റെ ഫോട്ടോയും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ലിലിയാനാണ് എന്നെ കംപ്ലീറ്റ് ബഗാൻ്റെ മെയിൻ പഗോഡകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ അമ്പലങ്ങളുടെ ചരിത്രം പറയാനാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 9ാം സെഞ്ച്വറിയിലും ഏകദേശം 1044, 1100 ആ കാലഘട്ടത്തിലാണ് ഈ അമ്പലങ്ങളുടെയൊക്കെ പണികൾ നടന്നിട്ടുള്ളത്. ഏകദേശം 2000-ന് മുകളിൽ അമ്പലങ്ങൾ അവിടെ പണിതിട്ടുണ്ട്. പക്ഷേ പല എർത്തുക്യുക്കുകൾ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പല ടെമ്പിളുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും, പോകുന്ന വഴിയിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അമ്പലങ്ങൾ അതേപോലെ തന്നെ അവരിട്ടിട്ടുണ്ട്. പിന്നീട് ടെമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ മുകളിലേക്കും ക്ലൈംബ് ചെയ്യാൻ അനുവദിക്കത്തില്ല. കാരണം ആ അമ്പലത്തിൻ്റെ മുകളിൽ ചില കല്ലുകളൊക്കെ വീഴാറായി കിടക്കുന്ന കല്ലുകളാണ്. അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളും ക്ലോസ്ഡ് ആണ് മുകളിലേക്കുള്ള വഴികൾ, അതുകൊണ്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ബഗാനിലെ കിലോമീറ്ററുകളോളമുള്ള ഈ അമ്പലങ്ങളുടെ ഇടയിൽ കൂടെയുള്ള യാത്രകൾ അവസാനിപ്പിച്ച് ഞാൻ ബഗാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20.
ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കയറാനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അവിടെ കണ്ടപ്പോൾ ബഗാൻ റെയിൽവേ സ്റ്റേഷൻ ഒരു പാസ് ചെയ്ത് വന്നായിരുന്നു ബസ്സിൽ. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. നമ്മുടെ ഇവിടുത്തെ പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, ആർക്കും വേണമെങ്കിൽ കയറാം. ഒരു ട്രെയിനും ഒന്നുമില്ല, ജസ്റ്റ് 2-3 ട്രെയിൻ അപ്പുറത്ത് പാർക്ക് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ആ ട്രെയിനും കാര്യങ്ങളൊക്കെ കണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ബർമീസ് രീതിയിലുള്ള കൺസ്ട്രക്ഷനുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും ചുറ്റുപരിസരങ്ങളൊക്കെ കണ്ട് പിന്നെ ഞാൻ പോയൊരു സ്ഥലമാണ് ബഗാൻ ഹൗസ്. ബഗാൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പോലെ തന്നെ കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എവിടെ കൊണ്ടൊന്നും കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലമല്ല, അവിടെ അവർ അത് മേക്ക് ചെയ്ത് വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബഗാൻ ഹൗസ്. അവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം പോകുന്ന ഒരു സ്ഥലമാണ് ഈ ബഗാൻ ഹൗസ്. അതിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേക്കിംഗ് ആണ്. അതായത് ചില പാത്രങ്ങൾ, ചില കാര്യങ്ങൾ അത് ആ ഒരു ബർമീസ് സ്റ്റൈൽ അവർ ഉണ്ടാക്കാൻ എടുക്കുന്നത് 2-3 മാസമാണ് ഒരു കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതായത് മരത്തിൻ്റെയും ചിരട്ടയുടെയും പാളികളിൽ ഈ മുട്ടത്തോട് ഉണക്കി അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് അവിടെ കൂടുതലുള്ളത്. അത് ഉണ്ടാക്കിയെടുക്കാൻ 2-3 മാസം എടുക്കുന്നതാണ് ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാക്കാനുള്ള സമയം എന്ന് പറയുന്നത്. നല്ല പൈസയുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളുടെ കരകൗശല വസ്തുക്കൾ നോക്കുമ്പോൾ ചീപ്പാണ്. എങ്കിലും കമ്പാരിറ്റീവ്ലി ഇച്ചിരി പൈസയുള്ള ഒരു സാധനം വെച്ചാൽ ആ ഒരു എഫേർട്ടിൻ്റെ പൈസയാണ് അവർ വാങ്ങുന്നത്. ആ ഒരു സ്ഥലത്ത് നമ്മൾ ആ മേക്ക് ചെയ്യുന്നതും അവരത് സോക്ക് ചെയ്യുന്നതും അവരത് ഉരച്ചുണ്ടാക്കി എടുക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം നമ്മൾ കാണാറുണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് കുറച്ചും കൂടി ട്രഡീഷണലായിട്ട് കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ആ ബഗാൻ ഹൗസിൽ കയറിയപ്പോൾ കണ്ടു. അങ്ങനെ ഒരു പകൽ ഏകദേശം കഴിയാറായി ബഗാനിൽ. അങ്ങനെ ആ ബഗാൻ ടൗണിൽ കൂടെ തലങ്ങും വിലങ്ങും ഒക്കെ ഞാനിങ്ങനെ ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനെ ഓടിച്ച് രാത്രിയായി. അങ്ങനെ രാത്രി ഞാൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് ഒരു 8 മണിയായപ്പോഴേക്കും തന്നെ ഞാൻ ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ സുഖമായിട്ട് ഉറങ്ങി. കാരണം തലേദിവസം ബസ്സിലായതുകൊണ്ടും രാവിലെ മൊത്തം യാത്ര ആയതുകൊണ്ടും നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ വന്ന് നല്ലൊരു സുഖം ഉറക്കം ഞാൻ അന്ന് ബഗാനിൽ ഉറങ്ങി. നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്നത് മാൻഡലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മാൻഡലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമാറിൻ്റെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാൻഡലെ. ഏകദേശം ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട് ഈ ബഗാനിൽ നിന്ന് മാൻഡലയിലേക്ക്. നമുക്ക് ട്രെയിനിൽ പോവാം. ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-9 മണിക്കൂറുകളോളം നമുക്ക് ഈ ട്രെയിനിലിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിൻ കട്ട് ചെയ്തിട്ട് ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ എൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഹോട്ടലിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാവിലെ അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഹോട്ടലിൽ വന്നു. അപ്പോൾ ഹോട്ടലിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ വണ്ടിയൊക്കെ ആയിരിക്കുന്നല്ലോ, പക്ഷേ നമ്മുടെ ഈ തായ്ലാൻഡിലൊക്കെ ഇങ്ങനെ ടുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള ഒരു ടുക്കാണ് വന്നത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടുക്കിൻ്റെ പിന്നിൽ ഞാൻ കയറി. ഇതേപോലെ പല ഹോട്ടൽസിൽ നിന്നും അവർ ലോക്കൽ നാഷണാലിറ്റി അവരൊക്കെ വണ്ടിയിൽ കയറി എല്ലാവരെയും കൊണ്ട് അവർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അങ്ങനെ മാൻഡലയിലേക്കുള്ള ബസ് കയറുകയാണ്. ബസ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ബസ്സാണ്. ടൊയോട്ടയുടെ ഒരു കോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സുണ്ട്. ഒരു 25-26 പേരിരിക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ബസ്സുണ്ട്. ആ ബസ്സിലാണ് നമുക്ക് പോകുന്നത്. അതിന് ഈ ബസ്സിൽ കൂടുതലും ഇവരുടെ നാഷണാലിറ്റി, അതായത് മ്യാൻമർ ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വളരെ 1-2 പേരേ ഉള്ളൂ ഫോറിനേഴ്സായിട്ട്, പിന്നെ ഞാനുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പോകുന്ന യാത്ര ഭയങ്കര രസമാണ്. കാരണം ഇവർ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഇവർ ഈ ബസ്സിൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നാടായതുകൊണ്ട് ഇപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു ബസ്സിൽ ഇരിക്കുന്നതും കാര്യങ്ങളും. സീറ്റുള്ളവർ സീറ്റിലിരിക്കും, സീറ്റില്ലാത്തവർ താഴെ ഇരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു ബാഗുകൾ കാര്യങ്ങൾ, അതായത് നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് അവരുടെ ആ ലോക്കൽ പീപ്പിളിൻ്റെ കൂടെ അവരുടെ ഒരാളായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളിൽ പോവും. അവർ ഒരുപാട് ഭക്ഷണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ ഭക്ഷണങ്ങൾ ഈ നമുക്ക് ഇവരുടെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ സെല്ല് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ മേടിക്കും, നമ്മൾക്ക് ഓഫർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ സ്മെല്ലുകളും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ചില ഭക്ഷണങ്ങൾ. അപ്പോൾ നമ്മൾ നോ പറയും. ബഗാനിൽ നിന്ന് മാൻഡലയിലേക്ക് ഒരു 4 മണിക്കൂർ യാത്ര അടിപൊളിയായിട്ട് ഞങ്ങൾ മാൻഡലയിലെത്തി.
പോകുന്ന വഴിയിൽ ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തി, ഉച്ചഭക്ഷണമൊക്കെ ഒരു ഹോട്ടലിൽ നിർത്തി. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് പോലും ഞാൻ അവിടെ കണ്ടില്ല. കാരണം എനിക്ക് ഈ സീ ഫുഡ് അലർജി ഉള്ളതുകൊണ്ട്, ഷെൽ ഫുഡെല്ലാം എനിക്ക് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയാലുള്ള മെയിൻ പ്രശ്നമാണ് എനിക്കത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ്, മാംഗോ, അതേപോലെ കരിക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ച് എൻ്റെ വിശപ്പടക്കി ഞാൻ നേരെ മാണ്ടലെത്തി. മാണ്ടലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ മാണ്ടലിലെത്തിയപ്പോഴും അവർ സാധാരണ നമ്മുടെ ഒരു രാജ്യത്തു നിന്ന്, ഒരു സ്ഥലത്തു നിന്ന് ഒരു ബസ് പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറക്കി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബസ്സിൻ്റെ ആൾക്കാർ നമ്മളെ സ്ഥലം എവിടെയാണോ അവിടേക്ക് വേറൊരു ടുക്ക് അവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഈ ബസ് വരുന്നത് വരെ. ആ ബസ് വന്ന് ആ ടുക്ക് നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ബൈക്ക് ഞാൻ റെൻറ്റിനെടുത്തിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ബഗാനിലെ പോലെ ബാറ്ററി വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ പെട്രോൾ വണ്ടികളാണ് ഈ പറയുന്ന മാണ്ടലയിലുള്ളത്. അങ്ങനെ മാണ്ടലയിൽ നിന്ന് ഞാനൊരു പെട്രോൾ വണ്ടി എടുത്തു, ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ നേരെ മാണ്ടലയിലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മാണ്ടലയിൽ നമ്മൾ 1.5 പകലേ ഉള്ളൂ. അതായത് ഈ വന്ന ഒരു ഉച്ച സമയത്താണ്. ഈ ബാക്കിയുള്ള സമയം നെക്സ്റ്റ് ഡേ കൂടിയേ നമുക്ക് മാണ്ടലയിലുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് നമ്മുടെ ഈ മ്യാൻമറിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുള്ളൊരു സംഭവമായിരുന്നു മ്യാൻമർ ട്രെയിൻ. അതൊരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് ടിക്കറ്റ് നമ്മൾ വാങ്ങണം. നേരത്തെ കൂട്ടി ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു രാജ്യത്ത് പോയാലും ഞാൻ ഓൺലൈനിൽ അങ്ങനെ ബുക്ക് ചെയ്യാറില്ല. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എത്തി അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഡയറക്റ്റ് ടിക്കറ്റ് വാങ്ങുക ചെയ്ത്. സ്ലീപ്പർ ടിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ചേർക്കാറിലേക്ക് ഞാനൊരു ടിക്കറ്റും ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. മാണ്ടലയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ആയതുകൊണ്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടും ഒരു ബിസി സിറ്റിയാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ബഗാൻ കണ്ട പോലെയല്ല മ്യാൻമർ. ഏകദേശം യാങ്കൂണും മാണ്ടലയൊക്കെ കുറച്ച് ഒരു ബിസി സിറ്റിയാണ്. പക്ഷേ യാങ്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബോംബെ, ഡൽഹിയൊക്കെ പറഞ്ഞ പോലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ആ ഒരു റഷ്നെസ് ഉണ്ട്. മാണ്ടല അത്രയില്ല, എങ്കിലും ഒരു ക്രൗഡഡ് സിറ്റിയാണ് മാണ്ടല. അപ്പോൾ മാണ്ടലയിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അവിടെ ഒരു വുഡൻ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഷെവാൻഡോ ബുദ്ധിസ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളാണ്. ആ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡിലാണ്. അതായത് ബർമൻ തേക്ക് വെച്ചിട്ടാണ് ആ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മേൽക്കൂരയായാലും അതിൻ്റെ ചുമരുകളായാലും അതിൻ്റെ ഫ്ലോറായാലും എല്ലാം മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അധികം വലിയ ടെമ്പിളല്ല, ഒരു ചെറിയ ടെമ്പിളാണ്. പക്ഷെ കാണാൻ അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കംപ്ലീറ്റ് ഈ ഒരു എന്താ പറയുക, ആ ഒരു മേൽക്കൂരകളും കാര്യങ്ങളും എല്ലാം ഈ മരത്തിൽ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അതായത് അങ്ങനത്തെ ഒരു ടെമ്പിൾ ഞാൻ ആദ്യമായിട്ടാണ്, ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയ ടെമ്പിൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ കംപ്ലീറ്റ് മരത്തിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ. ആ ടെമ്പിൾ കംപ്ലീറ്റ് കണ്ടു. അതിൻ്റെ ചുറ്റമ്പലും കാര്യങ്ങളും എല്ലാം നമ്മൾ കറങ്ങി നടന്ന് എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ ഇവരൊരു മൊണാസ്ട്രി ഉണ്ട്, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. അത് നോർമൽ പുതിയൊരു കൺസ്ട്രക്ഷനാണ്, ബർമീസ് ടൈപ്പിലെ കൺസ്ട്രക്ഷനാണ്. ആ ഒരു ബർമീസ് ടൈപ്പിലെ കൺസ്ട്രക്ഷൻ, ആ ഒരു മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറി ഒരു അതിമനോഹരമായ ഫീലാണ്. നമ്മുടെ ഈ മടികേരി കൊടകിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ഫീൽ തന്നെയാണ്. അവരുടെ ആ ഒരു സോങ്ങും അവരാ ഒരു വാദ്യോപകരണങ്ങളിലുള്ള ഒരു സൗണ്ടൊക്കെ കേട്ട് നമുക്കൊരു മൈൻഡ് ഫീൽ ഗുഡായിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഞാൻ ബൈക്ക് എടുത്ത് ഒരു അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോയി. പക്ഷേ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഈ ടെമ്പിൾ. അതുകൊണ്ട് ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് പാർക്കിങ്ങിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ നമുക്ക് സ്ഥലങ്ങളും ഭാഷയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ബൈക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ചെടുത്ത് ഞാൻ പിന്നെ പോകുന്ന സ്ഥലമാണ് മാണ്ടലെ പാലസ്. അതായത് പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് രാജാവ് താമസിച്ചിരുന്ന ഒരു പാലസാണ് മാണ്ടലെ പാലസ്. ആ പാലസ് ഇപ്പോഴും ആ ഒരു പ്രൗഢിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ പാലസും അതെ, ഫുൾ വുഡ് എന്ന് പറയുന്നില്ല, പക്ഷേ വുഡും ആണ് ഏറ്റവും 80% വുഡിലാണ് ആ പാലസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാലസും ആ പാലസിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയയാണ്. ഒരു കോട്ടമതിലിനുള്ളിലിരിക്കുന്ന വലിയൊരു ഏരിയ. നമുക്ക് കോട്ടമതിലിൻ്റെ അവിടെ വരെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് അവരുടെ ഷട്ടിൽ സർവീസ് ഉണ്ട്. ആ ഷട്ടിൽ സർവീസ് ബൈക്കിലാണ് ഷട്ടിൽ സർവീസ് നടത്തുന്നത്. അതും അവിടുത്തെ സ്ത്രീകളാണ് ബൈക്കിൽ ഷട്ടിൽ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി തന്നെ വന്ന് അവിടെ നിന്ന് ബൈക്കിലെടുത്തിട്ട് നമ്മൾ നേരെ പാലസിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. തിരിച്ചും അവരും ഡ്രോപ്പിംഗ് ഉണ്ട്. ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കണം. അങ്ങനെ ആ പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരുപാട് നടക്കാനുള്ളൊരു ഏരിയയാണ് ഈ പാലസ്. ആദ്യം ഒരു ഗോൾഡൻ ഒരു ടവർ പോലത്തെ വലിയൊരു ഏരിയ, അതിൻ്റെ തൊട്ട് പിന്നിൽ അതിൻ്റെ ചെറിയൊരു ടവർ, അതിൻ്റെ പിന്നിൽ വേറൊരു ടവർ, അങ്ങനെയായിട്ട് അതിൻ്റെ ചുറ്റും ഈ ബർമീസ് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കൊച്ചു വീടുകളൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു
ഒരു പാലസ് സമുച്ചയമാണ് അവിടെ കാണാനുള്ളത്. കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ട് നടന്ന് കുറച്ച് നേരം പിടിക്കും ഇത് കണ്ട് നടന്ന് വരണമെങ്കിൽ. അതൊക്കെ കണ്ട് നടന്ന് ഞാൻ ആ പാലസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളും നമ്മളെ കൊട്ടാരങ്ങളിൽ കാണുന്ന പോലെ തന്നെ രഥങ്ങളും കാര്യങ്ങളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാള്, പരിച, അവരുടെ ഡ്രസ്സുകൾ എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് പക്ഷെ നമ്മൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ നാട്ടിൻപുറത്തെ കണ്ടിട്ട് ബർമീസ് സ്റ്റൈലിലേക്ക് കാണുന്ന ആ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ഗുഡ് മൂഡ് തരും നമുക്ക്. അതൊക്കെ കണ്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ എല്ലാ ചുറ്റും കണ്ട് ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ആ പാലസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ബൈക്കിൽ കയറി ഞാൻ തിരിച്ച് കോട്ടമതിലിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷൻസിലേക്ക് പോയി.